നാളെ നടക്കുന്ന ബംഗാളിലെ രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. കൊൽക്കത്ത ഉൾപ്പെടെ നിരവധി ജില്ലകളിൽ ദേശീയ അന്വേഷണ ഏജൻസി വ്യാപക പരിശോധന നടത്തി. തുടർന്ന് അനധികൃത ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു. സൗത്ത് 24 പർഗാനാസ്, ഹുഗ്ലി, നാദിയ ജില്ലകളിൽ പ്രത്യേക നിരീക്ഷണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പശ്ചിമബംഗാളിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. 142 മണ്ഡലങ്ങളാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. തെരഞ്ഞെടുപ്പിനനുബന്ധിച്ച് കർശന സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. അക്രമ സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. അതിനാൽ കേന്ദ്രസേനയും സംസ്ഥാന പോലീസും ചേർന്ന് ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. സംശയാസ്പദമായ കേന്ദ്രങ്ങളിൽ റെയ്ഡുകളും പരിശോധനകളും തുടരും. തെരഞ്ഞെടുപ്പ് പ്രക്രിയ സമാധാനപരമായി നടക്കാൻ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് എൻഐഎയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അറിയിച്ചു. വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിലേക്കുള്ള സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലെ ഉയർന്ന വോട്ടിംഗ് ശതമാനം ഭരണവിരുദ്ധ വികാരമെന്നാണ് ബിജെപിയുടെ കരുതൽ. സോനാർ ബംഗാൾ എന്ന ലക്ഷ്യത്തോടെ അടിസ്ഥാന സൗകര്യ വികസനം, തൊഴിലവസരങ്ങൾ, വനിതാ സുരക്ഷ എന്നിവയാണ് ബിജെപിയുടെ പ്രധാന ലക്ഷ്യം. ഉയർന്ന പോളിംഗും ശക്തമായ പ്രചരണവും ബിജെപിക്ക് അനുകൂലമാകുമെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. ജനം, ഡൽഹി.